ദിവസം വത്തിക്കാനിൽ നടന്ന പ്രധാന വാർത്താവിശേഷങ്ങളുമായി വത്തിക്കാൻ റിപ്പോർട്ട്. ഏവർക്കും സ്വാഗതം. വൈദികാർത്ഥികളുടെയും പുരോഹിതന്മാരുടെയും ജൂബിലി ആഘോഷങ്ങൾ വത്തിക്കാനിൽ നടന്നു. വൈദികാർത്ഥികളുടെയും പുരോഹിതരുടെയും ജൂബിലി ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള 2500-ലധികം വൈദികാർത്ഥികളാണ് വത്തിക്കാനിലെത്തിയത്. വൈദികാർത്ഥികളുടെയും പുരോഹിതരുടെയും ജൂബിലി ആഘോഷങ്ങൾ കഴിഞ്ഞ ദിവസം വത്തിക്കാനടുത്തുള്ള ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് നടന്നത്. Oggi non siete solo pellegrini, ma anche testimoni di speranza. La testimoniate a me e a tutti, perché vi siete lasciati coinvolgere dall'avventura affascinante della vocazione sacerdotale in un tempo non facile. Avete accolto la chiamata a diventare annunciatori miti e forti della parola che salva, servitori di una Chiesa aperta e una Chiesa in uscita missionaria. E se digo una palabra también en español, gracias por haber aceptado con valentía la invitación del Señor a seguir, a ser discípulo, a entrar en el seminario. Hay que ser valientes y no tengan miedo. വൈദികർക്കായുള്ള ഡിക്കാസ്ട്രി സന്തോഷമുള്ള പുരോഹിതന്മാരെ ഞാൻ നിങ്ങളെ സുഹൃത്തുക്കളെന്ന് വിളിച്ചിരിക്കുന്നു എന്ന പേരിൽ നടത്തിയ അന്താരാഷ്ട്ര സമ്മേളനമായിരുന്നു ഇത്. കർത്താവിനെ അനുഗമിക്കുവാനും ശിഷ്യന്മാരാകുവാനും സെമിനാരിയിൽ പ്രവേശിക്കാനുമുള്ള ക്ഷണം ധൈര്യപൂർവ്വം സ്വീകരിച്ചതിന് നന്ദി. നിങ്ങൾ ധൈര്യമുള്ളവരായിരിക്കണം, ഭയപ്പെടേണ്ടതില്ല. സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ ഒത്തുകൂടിയ യുവാക്കളോടായി ലിയോ 14 പാപ്പ പറഞ്ഞു. ക്രിസ്തു മനുഷ്യഹൃദയം കൊണ്ട് സ്നേഹിച്ചതുപോലെ ക്രിസ്തുവിൻ്റെ ഹൃദയം കൊണ്ട് സ്നേഹിക്കാൻ നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നു. യേശുവിൻ്റെ ഹൃദയം കൊണ്ട് സ്നേഹിക്കുക. വൈദികാർത്ഥികൾക്കുള്ള തൻ്റെ സന്ദേശത്തിൽ മാർപ്പാപ്പ പറഞ്ഞു. 2 ദിവസങ്ങളിലായി ജൂബിലി തീർത്ഥാടകർ വിശുദ്ധ പൗലോസിന്റെ ശവകുടീരത്തിൽ ഒരുമിച്ച് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു. അൽബേനിയ, അർജന്റീന, ഇന്ത്യ, ഇറ്റലി, അമേരിക്ക, ഉക്രൈൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള വൈദികാർത്ഥികൾ വത്തിക്കാനിലെത്തിയിരുന്നു. തിരുഹൃദയ തിരുനാൾ ദിനത്തിൽ 32 ഡീക്കന്മാർക്ക് തിരുപ്പട്ടം നൽകി ലിയോ 14 പാപ്പ. വത്തിക്കാനിലെ വിശുദ്ധ പത്രോസിന്റെ ബസിലിക്കയിൽ വെച്ചായിരുന്നു ലിയോ 14 പാപ്പ 32 ഡീക്കന്മാർക്ക് തിരുപ്പട്ടം നൽകിയത്. വൈദികർ സമാധാനത്തിന്റെയും ഐക്യത്തിന്റെയും വക്താക്കളാകണമെന്നും തന്റെ സന്ദേശത്തിൽ പാപ്പ പറഞ്ഞു. Mi rivolgo perciò prima di tutto a voi, cari fratelli presbiteri, venuti presso la tomba dell'apostolo Pietro a varcare la porta santa, per tornare ad immergere nel cuore del Salvatore le vostre vesti battesimali e sacerdotali. Per alcuni dei presenti, poi, tale gesto è compiuto in un giorno unico della loro vita, quello dell'ordinazione. Parlare del cuore di Cristo in questa cornice e parlare dell'intero mistero dell'incarnazione, morte e risurrezione del Signore, affidato in modo particolare a noi affinché lo rendiamo presente nel mondo. Per questo, alla luce delle letture che abbiamo ascoltato, riflettiamo insieme su come possiamo contribuire a quest'opera di salvezza. പ്രാർത്ഥനകളും ആശംസകളും നേർന്നുകൊണ്ട് ലിയോ 14 പാപ്പ സന്ദേശം നൽകി. സ്നേഹത്തിൽ മുറിയപ്പെട്ട യേശുവിൻ്റെ ഹൃദയത്തിലാണ് പൗരോഹിത്യത്തിൻ്റെ ഐക്യം മനസ്സിലാക്കുവാൻ സാധിക്കുന്നതെന്ന് അടിവരയിട്ട് പറഞ്ഞ പാപ്പ, നല്ല ഇടയൻ്റെ മാതൃകയിലേക്ക് നമ്മെ പരിവർത്തനം ചെയ്യുന്നതും കാരുണ്യത്താൽ ജ്വലിക്കുന്ന യേശുവിൻ്റെ ഹൃദയം തന്നെയാണെന്നും കൂട്ടിച്ചേർത്തു. കർത്താവ് നമുക്ക് നൽകിയ ഈ കൃപയെ എപ്പോഴും ഓർക്കണമെന്നും അപ്രകാരം മാത്രമേ
ക്രിസ്തുവിൻ്റെ ഹൃദയത്തിലും ക്രിസ്തുവിൻ്റെ ജീവിതത്തിലും നമ്മുടെ ഹൃദയങ്ങളെ ഏകീകരിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്നും പാപ്പ പറഞ്ഞു. അങ്ങനെ സ്നേഹത്തിൽ അനുരഞ്ജനം ചെയ്യപ്പെട്ട ഒരു ലോകത്തിനായി ജനത്തിന് വചനവും രക്ഷയുടെ കൂദാശകളും കൊണ്ടുവരാൻ വൈദികർക്ക് സാധിക്കണമെന്നും പാപ്പ കൂട്ടിച്ചേർത്തു. അങ്ങനെ യേശുവിൻ്റെ ഹൃദയത്തിൽ മാത്രമാണ് ദൈവമക്കളും പരസ്പരം സഹോദരങ്ങളുമാണെന്നുള്ള തിരിച്ചറിവിലേക്ക് കടന്നെത്തുവാൻ നമുക്ക് സാധിക്കുന്നതെന്നും പാപ്പ ചൂണ്ടിക്കാട്ടി. ഐക്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും നിർമ്മാതാക്കളാകുവാനും പാപ്പ പ്രത്യേകം വൈദികരെ ക്ഷണിച്ചു. മെയ് 31 ലിയോ 14 പാപ്പ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ വെച്ച് റോം രൂപതയ്ക്കായി 11 നവവൈദികർക്ക് തിരുപ്പട്ടം നൽകിയിരുന്നു. വ്യാജ വാർത്തയ്ക്കെതിരെ മുന്നറിയിപ്പുമായി വത്തിക്കാൻ. മാർപ്പാപ്പയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കുന്ന ലോകമെമ്പാടുമുള്ള സഹായശേഖരമായ പീറ്റേഴ്സ് പെൻസിലേക്ക് സംഭാവന ചോദിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന വ്യാജ വാർത്തയെക്കുറിച്ച് പരിശുദ്ധ സിംഹാസനത്തിന്റെ ഔദ്യോഗിക വാർത്താ പോർട്ടലായ വത്തിക്കാൻ ന്യൂസ് മുന്നറിയിപ്പ് നൽകി. ഡിക്കാസ്ട്രി ഫോർ കമ്മ്യൂണിക്കേഷൻ കൈകാര്യം ചെയ്യുന്ന വെബ്സൈറ്റ് വാട്സപ്പ് വഴി പ്രചരിച്ച ഒരു സന്ദേശത്തിലൂടെ സംഭാവനകൾ അഭ്യർത്ഥിച്ചുകൊണ്ട് ലിയോ 14 പാപ്പയുടെ പേരിൽ വ്യാജ പ്രൊഫൈലുകൾ ഫേസ്ബുക്കിൽ പ്രചരിക്കുന്നുണ്ടെന്നാണ് മുന്നറിയിപ്പ്. അതേസമയം മാർപ്പാപ്പയ്ക്ക് ഔദ്യോഗിക ഫേസ്ബുക്ക് പേജ് ഇല്ലെന്ന് അവർ വ്യക്തമാക്കി. ഓൺലൈൻ സംഭാവനകൾ നൽകാനുള്ള സുരക്ഷിതമായ ഏകമാർഗം ഔദ്യോഗിക വെബ്സൈറ്റ് വഴിയാണെന്നും വത്തിക്കാൻ ന്യൂസിൽ പറയുന്നു. വിശുദ്ധരായ പത്രോസിൻ്റെയും പൗലോസിൻ്റെയും തിരുനാളിനോടനുബന്ധിച്ച് എല്ലാ ജൂൺ 29 മിക്ക ഇടവകകളിലും പത്രോസിൻ്റെ പെൻസിൻ്റെ ശേഖരണം നടത്തപ്പെടുന്നുണ്ട്. ലോകത്തിലെ കത്തോലിക്ക സഭയുടെ ആവശ്യങ്ങൾക്കും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും പിന്തുണ നൽകുന്നതിൻ്റെ പ്രകടമായ വിശ്വാസികൾ മാർപ്പാപ്പയ്ക്ക് നൽകുന്ന സാമ്പത്തിക സഹായമാണിത്. ഈ തീയതി അടുക്കുമ്പോഴാണ് ഇത്തരം വ്യാജ പ്രൊഫൈലുകൾ ഉയർന്നു വന്നിരിക്കുന്നത്. ജസ്യൂട്ട് വൈദികന്റെ അഭ്യർത്ഥന നിരസിക്കാതെ ലിയോ 14 പാപ്പ. എനിക്കൊരു ആലിംഗനം നൽകുമോ എന്നാണ് ലിയോ 14 പാപ്പയോട് ജസ്യൂട്ട് വൈദികൻ അഭ്യർത്ഥിച്ചത്. സെമിനാരി വിദ്യാർത്ഥികളുടെയും പുരോഹിതരുടെയും ജൂബിലി ഭാഗമായി റോമിലെ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിക്കിടെയായിരുന്നു ജസ്യൂട്ട് വൈദികൻ അഭ്യർത്ഥനയുമായി എത്തിയത്. Perché Cristo ci ha chiamati, Cristo ci ha fatti suoi amici. È una grazia che vogliamo accogliere con gratitudine e responsabilità. Desidero ringraziare il cardinale Lazzaro e tutti i collaboratori del Dicastero per il Clero per il loro servizio generoso e competente, un lavoro vasto e prezioso che si svolge spesso nel silenzio e nella discrezione e che produce frutti di comunione, di formazione e di rinnovamento. Con questo momento di scambio fraterno, uno scambio internazionale, possiamo valorizzare il patrimonio di esperienze già maturate, incoraggiando creatività, corresponsabilità e comunione nella Chiesa, affinché ciò che è seminato con dedizione e generosità in tante comunità possa diventare luce e stimolo per tutti. പരിശുദ്ധ പിതാവിന്റെ ധ്യാനത്തിന് ശേഷം സ്പാനിഷ് പുരോഹിതൻ മാർപ്പാപ്പയുടെ അടുക്കിലേക്ക് പോകാൻ അനുവാദം ചോദിച്ചു. പാപ്പ അത് നിരസിച്ചില്ല. താൻ ജസ്യൂട്ട് ജനറലായിരുന്നപ്പോൾ പാപ്പ അവരുടെ നഗരം സന്ദർശിച്ചിരുന്നുവെന്നും വൈദികൻ കൂട്ടിച്ചേർത്തു. അതോടൊപ്പം മാർപ്പാപ്പമാർ ധരിക്കുന്ന വെളുത്ത തൊപ്പി പാപ്പയ്ക്ക് സമ്മാനിക്കുകയും ചെയ്തു. അങ്ങേക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഈ തൊപ്പി അങ്ങ് ഉപയോഗിക്കണം. വൈദികന്റെ ഈ സംസാരം എല്ലാവരിലും ചിരി പടർത്തി. ഉടൻ തന്നെ ലിയോ പാപ്പ ഒരു വെളുത്ത തൊപ്പി ധരിച്ച് മറ്റൊന്ന് പുരോഹിതന് തിരികെ നൽകി. ദയവായി എനിക്കൊരു ആലിംഗനം നൽകുമോ? തുടർന്ന് പരിശുദ്ധ പിതാവ് ഇറങ്ങി വന്ന് പുരോഹിതനെ സമീപിച്ച് അദ്ദേഹത്തെ ആലിംഗനം ചെയ്തു. ഇരുവരും തോളിൽ തട്ടി തങ്ങളുടെ സ്നേഹം പ്രകടിപ്പിക്കുകയും ചെയ്തു.
സ്നേഹമുള്ള ഒരു പിതാവും മകനും തമ്മിൽ ആലിംഗനം ചെയ്യുന്നത് പോലെയായിരുന്നു അത്. ദി ചോസൻ സീരീസിലെ അഭിനേതാക്കൾ പാപ്പയുമായി കൂടിക്കാഴ്ച നടത്തി. ദി ചോസൻ സീരീസിലെ യേശുവിന്റെ വേഷം കൈകാര്യം ചെയ്യുന്ന നടൻ ജോനാഥൻ റൂമിയും സംഘവുമാണ് പാപ്പയുമായി കൂടിക്കാഴ്ച നടത്തിയത്. സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ മാർപ്പാപ്പ വിശ്വാസികളുമായി നടത്തിയ പൊതുകൂടിക്കാഴ്ചയുടെ സമാപനത്തിലായിരുന്നു ചോസൻ ടീം പാപ്പയെ കണ്ടത്. യേശുക്രിസ്തുവിന്റെയും അപ്പസ്തോലന്മാരുടെയും ജീവിതത്തെ അടിസ്ഥാനമാക്കിയുള്ള ബോക്സ് ഓഫീസ് ഹിറ്റ് പരമ്പരയിലെ മറ്റഭിനേതാക്കളും നടിമാരും ഉണ്ടായിരുന്നു. ലിയോ 14 പാപ്പയും ജോനാഥൻ റൂമിയും പുഞ്ചിരിക്കുകയും ഹസ്തദാനം നടത്തിയതിനെയും ചിത്രങ്ങൾ വത്തിക്കാൻ പുറത്തുവിട്ടിരുന്നു. ദി ചോസൻ സംഘത്തിനു വേണ്ടി നടൻ പാപ്പയ്ക്ക് സമ്മാനം നൽകുകയും ചെയ്തു. ലോകമെമ്പാടുമുള്ള 200 ദശലക്ഷത്തിലധികം ആളുകൾ കണ്ട പരമ്പരയാണ് ദി ചോസൻ. ലഭ്യമാകുന്ന പരമ്പരയുടെ 5ാം സീസണിന്റെ എക്സ്ക്ലൂസീവ് പ്രീമിയർ അടുത്ത മാസം ഇറ്റലിയിൽ സ്ട്രീമിങ്ങിനായി ഒരുങ്ങുകയാണ്. അടുത്ത വർഷം പ്രദർശിപ്പിക്കുന്ന ഈശോയുടെ കുരിശിലെ മരണം കേന്ദ്രമാക്കിയുള്ള 6ാം സീസണിന്റെ ഷൂട്ടിംഗ് തെക്കൻ ഇറ്റലിയിലാണ് നടന്നത്. ഇവിടെ 3 ആഴ്ചത്തെ ചിത്രീകരണത്തിന് ശേഷമാണ് അവർ റോമിലെത്തിയത്. അടുത്ത വർഷമാണ് ഈശോയുടെ പീഡാസഹനങ്ങൾ ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ റിലീസ് ചെയ്യുന്നത്. ഞാൻ നിങ്ങൾക്കൊപ്പം ഉണ്ടാകുമെന്ന് ലിയോ 14 പാപ്പ. മധ്യപൂർവേഷ്യയിലെ പീഡിപ്പിക്കപ്പെടുന്ന ക്രൈസ്തവരോടുള്ള തന്റെ അടുപ്പം പ്രകടിപ്പിച്ച് ലിയോ 14 പാപ്പ ഞായറാഴ്ച ദമാസ്കസിലെ മാർ ഏലിയാസിന്റെ നാമധേയത്തിലുള്ള ഗ്രീക്ക് ഓർത്തഡോക്സ് ദേവാലയത്തിൽ നടന്ന തീവ്രവാദ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പശ്ചിമേഷ്യൻ ക്രൈസ്തവർക്ക് തന്റെയും ആഗോള സഭ മുഴുവന്റെയും സാമീപ്യം ലിയോ 14 പാപ്പ ഉറപ്പു നൽകി. Anche oggi meditiamo sulle guarigioni di Gesù come segno di speranza. In Lui c'è una forza che anche noi possiamo sperimentare quando entriamo in relazione con la sua persona. Una malattia molto diffusa nel nostro tempo è la fatica di vivere. La realtà ci sembra troppo complessa, pesante, difficile da affrontare. E allora ci spegniamo, ci addormentiamo nell'illusione che al risveglio le cose saranno diverse. Ma la realtà va affrontata. Insieme con Gesù possiamo farlo bene. A volte poi ci sentiamo bloccati dal giudizio di coloro che pretendono di mettere etichette sugli altri. Mi sembra che queste situazioni possano trovare riscontro in un passo del Vangelo di Marco. വത്തിക്കാനിലെ വിശുദ്ധ പത്രോസിന്റെ ചത്തുരത്തിൽ അനുവദിച്ച പൊതുകൂടിക്കാഴ്ച വേളയിൽ സംസാരിക്കവെയാണ് മധ്യപൂർവേഷ്യയിൽ നടന്നുവരുന്ന സംഘർഷങ്ങളുമായി ബന്ധപ്പെട്ട് ഗുരുതര പ്രശ്നങ്ങളെക്കുറിച്ച് പാപ്പ പരാമർശിച്ചത്. മധ്യപൂർവ്വ ദേശത്തെ ക്രിസ്ത്യാനികളോട് ഞാൻ പറയുന്നു, ഞാൻ നിങ്ങളോടൊപ്പമുണ്ട്, സഭ മുഴുവനും നിങ്ങളോടൊപ്പമുണ്ട്. ലിയോ പാപ്പ വത്തിക്കാൻ ചതുരത്തിൽ തിങ്ങിക്കൂടിയ 10,000ങ്ങളെ സാക്ഷിയാക്കി പറഞ്ഞു. വർഷങ്ങളായുള്ള സംഘർഷത്തിനു ശേഷവും സിറിയ ഇപ്പോഴും നേരിടുന്ന അഗാധമായ ദുർബലതയെ ഓർമ്മപ്പെടുത്തുന്നതാണ് ഈ ദാരുണമായ സംഭവമെന്നും പാപ്പ പറഞ്ഞു. അന്താരാഷ്ട്ര സമൂഹം ഈ രാജ്യത്തിൽ നിന്ന് മുഖം തിരിക്കരുതെന്നും സമാധാനത്തിനും അനുരഞ്ജനത്തിനും വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടത്തുകയും സിറിയയ്ക്ക് ഐക്യദാർഢ്യത്തിൻ്റെതായ സഹായ സഹകരണങ്ങൾ നൽകുകയും ചെയ്യേണ്ടതുണ്ടെന്നും പാപ്പ ഓർമ്മിപ്പിച്ചു. കഴിഞ്ഞ ഞായറാഴ്ച ദമാസ്കസിലെ ഓർത്തഡോക്സ് ദേവാലയത്തിൽ നടന്ന ഭീകരാക്രമണത്തിൽ 30ഓളം വിശ്വാസികൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു. സെന്റ് ഏലിയാസ് ഗ്രീക്ക് ഓർത്തഡോക്സ് പള്ളിയിൽ ആയുധധാരികളായ തീവ്രവാദികളാണ് ചാവേറാക്രമണം നടത്തിയത്. Tra queste due figure femminili, l'Evangelista colloca il personaggio del padre della ragazza. Egli non rimane in casa a lamentarsi per la malattia della figlia, ma esce e chiede aiuto. Benché sia il capo della sinagoga, non avanza pretese in ragione della sua posizione sociale. Quando c'è da attendere, non perde la pazienza e aspetta.
E quando vengono a dirgli che sua figlia è morta ed è inutile disturbare il maestro, lui continua ad avere fede e a sperare. Il colloquio di questo padre con Gesù è interrotto dalla donna emorroissa. E allora stiamo male e non riusciamo a venirne fuori. Quella donna imbocca la via della salvezza quando germoglia in lei la fede che Gesù può guarirla. ഇതോടെ ഈ ആഴ്ചയിലെ വത്തിക്കാൻ റിപ്പോർട്ട് പൂർണ്ണമാകുന്നു. അടുത്ത ആഴ്ച വീണ്ടും കാണും വരെ നന്ദി.